അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله الصلاة والسلام على رسول الله أيها الناس اتقوا الله മുസ്ലിമായിട്ട് മാത്രം മരിക്കാനുള്ള സാഹചര്യം ഒരുക്കണമെന്നും അവസാന ശ്വാസം വരെയും അല്ലാഹുവിൻ്റെ ദീനനുസരിച്ച് ജീവിക്കാൻ ശ്രദ്ധിക്കണമെന്നും എന്നെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്, തഖ്വയോട് വസീയത്ത് ചെയ്യുകയാണ്. അലിനെ സംബന്ധിച്ചാണ് പറയപ്പെടുന്നത് എന്ന് മുഫസ്സിറുകൾ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. എന്തുമാകട്ടെ, നമുക്ക് പരിചയമുള്ളതിൽ ഏറ്റവും കൂടുതൽ അവർ കത്തിക്കപ്പെടുന്നത് പച്ച മനുഷ്യന്മാരെയാണ്. നോട്ടക്കാരായി, മേൽനോട്ടക്കാരായി, കാവൽക്കാരായി ചില മലാഖമാരുണ്ട്, മലായിക്കത്തുണ്ട്, മലക്കുകളുണ്ട്. ശിദാബുൻ അലൈഹാ മലായികത്തുൻ ഗിലാബുൻ ശിദാബ്. വിശുദ്ധ ഖുർആൻ അവരെ സംബന്ധിച്ച് ഗിലാബ് പരുക്കന്മാരാണ്, അങ്ങേറ്റം പരുഷ സ്വഭാവമുള്ളവരാണ്. ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഒരു തരത്തിലുള്ള ദയയും അനുകമ്പയും അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഗിലാബ് കഠിനൻ, ശിദാബ് കഠിനന്മാരാണ്, ഊക്കന്മാരാണ്, മല്ലന്മാരാണ്, ശക്തന്മാരാണ്. ഇങ്ങനെയുള്ള മലായികത്തിനെയാണ് കേട്ടോ മേൽനോട്ടത്തിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ നിയോഗിച്ചിട്ടുള്ളത്. ആ നരകത്തെ പല നിലയിൽ വിശുദ്ധ ഖുർആൻ വിശ്വാസികളായി നമുക്ക് പരിചയപ്പെടുത്തുന്നത്. കാരണം നരക ശിക്ഷ എന്നുള്ളത് ഒരു വിശ്വാസിക്ക് താങ്ങാനാവാത്തതാണ്. അല്ലാഹുവിനെ വിശ്വസിക്കുന്ന, അല്ലാഹുവിനെ അംഗീകരിക്കുന്ന ഒരു മുവഹ്ഹിദും ആ നരകത്തിന്റെ അവകാശിയാകരുത് എന്ന അല്ലാഹുവിന് വല്ലാത്ത താല്പര്യമുണ്ട്, അല്ലാഹുവിന്റെ അതിയായ ആഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ഗൗരവത്തോടു കൂടിയാണ് നരകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് സമർപ്പിക്കുന്നത്, നമുക്ക് ചിത്രീകരിക്കുന്നത്. ആ നരകത്തിൽ നിന്നും കാവൽ തേടാൻ പല നിലയിൽ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ നിന്ന് തന്നെ നരക വിമുക്തിയുടെ ആവശ്യകത നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്ന പ്രാർത്ഥനകളിൽ ഏറ്റവും വിശിഷ്ടമായത് എന്ന് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള പറയപ്പെട്ടിട്ടുള്ള പ്രാർത്ഥനയാണ് റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. ഇഹലോകത്തെയും പരലോകത്തെയും എല്ലാ നന്മകളും പടച്ചവരാണ് യാചിക്കുന്നു. ആ പ്രാർത്ഥനയിൽ ചെയ്യുന്നത് എന്നിട്ട് ആ പ്രാർത്ഥനയുടെ സമാപനം പടച്ചവനെ നരകശിക്ഷയിൽ നിന്ന് നീ ഞങ്ങളെ കാക്കണേ, നരകശിക്ഷയിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുകൊള്ളണമേ, നീ ഞങ്ങളെ രക്ഷിക്കണേ നാഥ. ഇങ്ങനെ പ്രാർത്ഥിക്കാനാണ് വിശ്വാസിയെ പഠിപ്പിച്ചിട്ടുള്ളത്. ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗ്ഗം നിർബന്ധമായ വ്യക്തിത്വം. അങ്ങനെയുള്ള ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ തന്റെ ഖുത്ബയിൽ ഒഴിവാക്കാതിരുന്ന ഒരു പ്രാർത്ഥന പണ്ഡിത ലോകം നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. ഇന്നും എല്ലാ മിമ്പറുകളിൽ നിന്നും ആ പ്രാർത്ഥന നമുക്ക് കേൾക്കാനാവുന്നുണ്ട്. 3 പ്രാവശ്യം ആവർത്തിച്ച ആ പ്രാർത്ഥന നാം ഓരോ ഖുത്ബകളിലും അല്ലാഹുവിനോട് ആ പ്രാർത്ഥനയിൽ വേണ്ടി അല്ലാഹുവിനോട് നാം യാചിക്കുന്നു. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. അല്ലാഹുവേ, നരകത്തിൽ നിന്ന്, നരകാഗ്നിയിൽ നിന്ന്, അതിന്റെ ശിക്ഷയിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷിക്കണേ. ഒരു വിശ്വാസ നമസ്കാരത്തിൽ ആ പ്രാർത്ഥന ഒരുവിടെ നിർബന്ധമാണ്. തയ്യാറുള്ളവന്റെ പ്രാർത്ഥനയിൽ കടന്നു വരുന്നുണ്ട്. ഒരു വിശ്വാസിയുടെ ജീവിതവുമായി ഈ നരക ശിക്ഷയിൽ നിന്നുള്ള മോചനം പഠിച്ചവരാണ് പ്രാർത്ഥിക്കുന്നത്. എത്ര ഗൗരവമായിട്ടാണ് ഇസ്ലാം നമുക്ക് പരിചയപ്പെടുത്തുന്നത് എന്നതിന്റെ ചെറിയ ചില സാമ്പിളുകളാണ്. നമ്മുടെ വിഷയം അതല്ല, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കൂടുതൽ ആഴത്തിൽ പോകുന്നില്ല. ശുദ്ധ ഖുർആനിൽ വിശ്വാസികളെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രത്യേകം ചില സ്ഥലങ്ങളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് സൂറത്തുൽ ഫുർഖാനിന്റെ അവസാനം എന്ന് പറഞ്ഞുകൊണ്ട് ഇബാദുർ റഹ്മാന്റെ സവിശേഷതകൾ ഖുർആൻ എണ്ണി പറയുന്നുണ്ട്. പടച്ചതമ്പുരാന്റെ അടിമത്തം ആദർശമായി അംഗീകരിച്ച സത്യവിശ്വാസികളുടെ സവിശേഷത
തന്നെ എടുത്തു പറയുന്ന ഒരു സംഗതിയാണ്. എന്താ അവരുടെ പ്രാർത്ഥന? റബ്ബനാ, ഞങ്ങളുടെ നാഥാ, ഇസ്ഇഅന്നാ അദാബ ജഹന്നം, നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ ഒഴിവാക്കി തരണം. നരകശിക്ഷയെ ഞങ്ങളിൽ നിന്ന് ഒഴിവാക്കി തരണേ നാഥാ. കാരണം ഇന്നഹാ സാഅത്ത് മുസ്തഖറൻ വ മുഖാമ, ചീത്തയായ അങ്ങേയറ്റം മോശമായ ഒരു താവളമാണ്, പാർപ്പിടമാണ്, സങ്കേതമാണ്. അതിനാൽ ഞങ്ങൾ നീ ഒന്ന് ഒഴിവാക്കി തരണേ നാഥാ. അതെ, അത് വല്ലാത്ത മോശം തന്നെയാണ്, വല്ലാത്ത ചീത്തയായ താവളം തന്നെയാണ്. സങ്കല്പിക്കുന്നതിനപ്പുറമാണ്. ഹൃദയങ്ങളുടെ അന്തരാളങ്ങളിലേക്ക് കത്തിപ്പടരുന്ന, ആളിപ്പടരുന്ന, അല്ലാഹുവിനാൽ ജ്വലിപ്പിക്കപ്പെടുന്ന, കത്തിക്കപ്പെടുന്ന തീയാണ്. ആ തീയുടെ പിന്നിലുള്ളത് അല്ലാഹുവാണ്. പടച്ച തമ്പുരാൻ കത്തിക്കുന്ന തീയാണ് മൂക്കത, കത്തിക്കപ്പെടുന്ന തീ. പടച്ച തമ്പുരാനാണ് എന്റെ പിന്നാലെ. ചെറിയ ചെറിയ സൂറത്തുകളിൽ നമ്മളെപ്പോഴും ഓതാറുള്ള സൂറത്തുകളിൽ പോലും അല്ലാഹു ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഹൃദയാന്തരങ്ങളിലേക്ക് കത്തിപ്പടരുന്ന അഗ്നി. നബിയെ പറഞ്ഞു കൊടുക്കുന്ന നബിയെ, നാറു ജഹന്നമ അശദ്ദു ഹർറാ, ആളിക്കത്തുന്ന തീ, നരകത്തിന്റെ ആ തീ, അതിന്റെ ചൂട് അതിശക്തമാണ്, കഠിനമാണ് എന്ന് പ്രവാചകനെ പറഞ്ഞു കൊടുക്കുന്നു. പ്രവാചകൻ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത്, ദുനിയാവിലുള്ള മുഴുവൻ തീകളും കൂടി ഒരുമിച്ച് കൂട്ടിയാൽ ദുനിയാവിലുള്ള മുഴുവൻ സമുദ്രങ്ങളും തീ പിടിച്ചു, മുഴുവൻ കിണറുകൾക്കും തീ പിടിച്ചു എന്ന് സങ്കല്പിക്കുക. ഈ തീയുടെ എല്ലാത്തിന്റെയും ചൂട് നിങ്ങൾ ഒരുമിച്ച് കൂട്ടിയാലും നരകത്തിന്റെ ചൂടിന്റെ 70% മാത്രമാണ്. നരകാഗ്നിയുടെ 70% മാത്രമേ ഉള്ളൂ. അഥവാ നമുക്ക് പരിചയമുള്ള സങ്കല്പിക്കാവുന്ന തീയുടെ 69 ഇരട്ടിയും കൂടി ആണ് നരകത്തിന്റെ തീയുടെ ചൂട്. ഒരിക്കൽ പ്രവാചകൻ അവിടുത്തെ ചൂടുവെള്ളത്തെ സമർത്തി വന്നപ്പോൾ പറഞ്ഞത്, അതിൽ നിന്നും ഒരു തുള്ളി ഈ ഭൂമുഖത്തേക്ക് വീണാൽ, ഒരു തുള്ളി ഈ ഭൂമുഖത്തേക്ക് വീണാൽ ഭൂമി പ്രപഞ്ചവും അതിലുള്ള സർവ്വ വസ്തുക്കളും ഒരു വിചാരമായി അവശേഷിച്ചു. വിശുദ്ധ ഖുർആന്റെ പ്രഖ്യാപനമാണ്. ആ നരകത്തിന്റെ തീ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. വിശ്വാസികൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ, സ്വർഗവും നരകവും ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഗൗരവമായിട്ട് ഉൾക്കൊള്ളുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക. ശേഷം നാം പറയുക, അല്പം ചിരിക്കരുത്. ചിരിച്ച് അട്ടഹസിച്ച് തമാശ പറഞ്ഞ് വിനോദിച്ച് പലപ്പോഴും സമയം കൊള്ളുന്ന ടൈംപാസിന് വേണ്ടി നോമ്പ് പിടിച്ചാൽ പോലും വിശുദ്ധ ഖുർആനുമായിട്ട് ബന്ധപ്പെടാതെ ഒരുമിച്ച് കൂടിയിരുന്നുകൊണ്ട് പലപ്പോഴും തമാശ പറഞ്ഞ് സ്വറ പറഞ്ഞുകൊണ്ട് സമയം കളയുന്ന ആളുകളോട് പറയുകയാണ്, അല്പം ചിരിക്കും, ഇച്ചിരി കൂടുതൽ കരഞ്ഞോ. ഖുർആൻ പറയുന്ന ഇച്ചിരി കൂടുതൽ കരഞ്ഞോ. അത് ഒത്തിരി കരഞ്ഞിട്ടുണ്ടല്ലേ. നമുക്ക് വേണ്ടപ്പെട്ടവരുടെ അസുഖങ്ങളുടെ പേരിൽ കരഞ്ഞിട്ടുണ്ട്, രോഗങ്ങളുടെ പേരിൽ കരഞ്ഞിട്ടുണ്ട്, നമ്മുടെ മക്കളെ ഓർത്ത് കരഞ്ഞിട്ടുണ്ട്, ഭർത്താവിനോട് ഭാര്യയുടെ വേദന ഓർത്തുകൊണ്ട് ഭർത്താവും സ്നേഹമുള്ളവനാണെങ്കിൽ കരഞ്ഞ നിമിഷങ്ങൾ ഒരുപക്ഷെ ജീവിതത്തിലുണ്ടാകും. പക്ഷേ നരകത്തിൽ ഓർത്ത്, സ്വർഗത്തിൽ കയറി പറ്റാനാവുമോ എന്നോർത്ത്, മഹ്ശറയിൽ നിൽക്കുന്ന ആ സന്ദർഭത്തെ ഓർത്ത് ഒന്നെങ്കിലും എനിക്ക് നിങ്ങൾക്കും കരയാനായിട്ടുണ്ടോ? ഒന്നെങ്കിലും എനിക്കും നിങ്ങൾക്കും പൊട്ടിക്കരയാനായിട്ടുണ്ടോ? വിശുദ്ധ റമദാൻ അനുഗ്രഹീതമായ നിമിഷത്തിൽ നാം സ്വന്തത്തോട് ചോദിക്കേണ്ടത്, കരയണം, കരയണം. വല്ലാത്തൊരവസ്ഥയാണ് നരകം. ഈ ഉപദേശങ്ങളൊന്നും സ്വീകരിക്കുന്നില്ല, ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെങ്കിൽ എപ്പോഴും നാം കേൾക്കാറുള്ള സൂറത്തുൽ അഅല, സൂറത്തുൽ അഅല എന്ന സൂറത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും, വയതജന്നബുൽ അശ്ഖാ. ഇങ്ങനെയുള്ള ഉപദേശങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്നത്, ഈ ഉപദേശങ്ങൾ അവഗണിക്കുന്നത് അൽ അശ്ഖാ,
ഏറ്റവും വലിയ ഹതഭാഗ്യനാണ്, ഭാഗ്യം കെട്ടവനാണ്, നിർഭാഗ്യവാനാണ്. ആ നിർഭാഗ്യവാന്റെ അവസ്ഥ എന്താ? വിമാകാരമായ അവിവത്സമായ ഭയാനകമായ തീയിലിട്ടുകൊണ്ട് അവനെ റോസ്റ്റ് ചെയ്യുന്നതാണ്, അവൻ അതിൽ കിടന്നുകൊണ്ട് വെന്തിരിയുന്നതാണ്. ഉപദേശങ്ങളൊന്നും ഫലപ്രദമാകുന്നില്ലയോ? പക്ഷെ ഖുർആൻ പറയുക, വിമാകാരമായ ഒരു തീ കാത്തിരിക്കുന്നുണ്ട്, അതിൽ കിടന്നുകൊണ്ട് വെന്തിരിയേണ്ടി വരും. പടച്ചവൻ കാത്തിരിക്കും. അതിൽ കിടന്നുകൊണ്ട് റോസ്റ്റ് ചെയ്തെടുക്കും. എന്തൊരു തീ വിമാകാരം എന്ന് പറഞ്ഞാൽ ഖുർആൻ തന്നെ മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട്, ഇന്നഹാ തർമീ ബിശറരിൻ കൽ ഖസ്ർ കഅന്നഹാ ജിമാലത്തുൻ സുഫർ. കൊട്ടാരം പോലെയുള്ള തീപ്പൊരിയാണ് ആ നരകം തെറിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നരകത്തിന്റെ തീയെ സംബന്ധിച്ച് പറയുകയാണ്, തീപ്പൊരികൾ ഇങ്ങനെ ഇതുകൊണ്ടേയിരിക്കും. നരകത്തിന്റെ തീപ്പൊരികൾ അതിങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടേയിരിക്കും. ഓരോ തീപ്പൊരിയും വലിയ കൊട്ടാരങ്ങൾ പോലെ, വലിയ അമ്പരചുംബിയായ കെട്ടിടങ്ങൾ പോലെയായിരിക്കും ആ തീപ്പൊരി. ശേഷം വീണ്ടും ഖുർആൻ പറയുക, മഞ്ഞവർണ്ണത്തിലുള്ള ഒട്ടക കൂട്ടങ്ങളെ പോലെ നിങ്ങൾക്ക് ദൂരെ നിന്ന് നോക്കിയാൽ അനുഭവപ്പെടും. ആ തരത്തിലുള്ള തീപ്പൊരികളാണ് നരകത്തിന്റെ. ഭീമാകാരമായ തീ എന്നതിന്റെ വിശദീകരണം ഖുർആൻ തന്നെ പറയുന്നതാണ്. ആ നരകം ലാ തുബ്കി വലാ തദർ ലവാഹത്തുൽ ലിൽ ബശർ. അതൊരാളെയും ബാക്കിയാക്കില്ല കേട്ടോ, ഒരാളെയും നീക്കി വെക്കില്ല കേട്ടോ, ഒരാളെയും ഉപേക്ഷിക്കില്ല. മനുഷ്യന്റെ തൊലികളെയൊക്കെ കരിച്ച് അതിന്റെ രൂപം മാറ്റിക്കളയുന്ന തീയാണത്. ആ തീയോട് പടച്ച തമ്പുരാൻ ചോദിക്കും, ആ നരകത്തോട് പടച്ച തമ്പുരാൻ ചോദിക്കുന്ന ഒരു സന്ദർഭം സൂറത്തുൽ കാഫിൽ നമുക്ക് കാണാൻ കഴിയും. സൂറത്തുൽ കാഫിന്റെ പ്രത്യേകത നിങ്ങൾക്കറിയുമോ? സഹാബി പെണ്ണുങ്ങൾ പറയുക, സഹാബി പെണ്ണുങ്ങൾ വനിതകൾ അടിവരയിടണം. അവര് പറയുക, ഞങ്ങൾ സൂറത്തുൽ കാഫ് ഹൃദ്യസ്ഥമാക്കി. എങ്ങനെയാ ഹൃദ്യസ്ഥമാക്കിയെന്ന് നിങ്ങൾക്ക് അറിയുമോ? പ്രവാചകന്റെ മിമ്പറിൽ നിന്ന് പലപ്പോഴും പ്രവാചകൻ സൂറത്തുൽ കാഫിലെ ആയത്തുകൾ ഓതി കേൾപ്പിക്കുന്നത് കേട്ട് ഞങ്ങൾ ഹൃദ്യസ്ഥമാക്കി. പ്രവാചകന്റെ ഖുതുബ പരലോകമായിരുന്നു. മിക്കപ്പോഴും അത് തന്നെയായിരുന്നു. പ്രവാചകന്റെ ഖുതുബയിൽ പ്രവാചകൻ ആവർത്തിച്ച് എല്ലാ വെള്ളിയാഴ്ചകളിലും പറയുന്നത് കേട്ടാണ് ഞങ്ങൾ സൂറത്തുൽ കാഫ് ഹൃദ്യസ്ഥമാക്കിയത്. ഇതാരാ പറയുന്നത്? ആണുങ്ങളല്ല, പെണ്ണുങ്ങളാ പറയുന്നത്. പെണ്ണുങ്ങളെല്ലായ്പ്പോഴും വെള്ളിയാഴ്ച വന്നുകൊള്ളെന്ന് നിർബന്ധമില്ല. വന്നാൽ തടയരുത് എന്ന നിർബന്ധമുള്ളതിനോടുകൂടി തന്നെ പെണ്ണുങ്ങൾക്ക് വരണം എന്ന നിർബന്ധം ഇസ്ലാം വെച്ചിട്ടില്ല. അങ്ങനെയുള്ള പെണ്ണുങ്ങൾ അവർ പള്ളിയിൽ വരുമായിരുന്നു. ആ വരുമ്പോൾ തന്നെ ചിലപ്പോൾ ചില വെള്ളിയാഴ്ചകളിൽ അവർക്ക് വരാൻ കഴിയില്ല. പക്ഷെ അങ്ങനെയുള്ള പെണ്ണുങ്ങൾ പോലും, അഥവാ ഇടയ്ക്കൊക്കെ മുടക്കം സംഭവിക്കാവുന്ന ആളുകൾ പോലും പ്രവാചകന്റെ മിമ്പറിൽ നിന്നുള്ള ഖുതുബയിൽ നിന്നാണ് സൂറത്തുൽ കാഫ് വ്യത്യസ്തമാക്കിയത്. ആ സൂറത്തുൽ കാഫ് അല്ലാഹു റസൂൽ പലപ്പോഴും സുബഹി നമസ്കാരത്തിന് പാരായണം ചെയ്യുമായിരുന്നു. കാരണം സൂറത്തുൽ കാഫ് എന്നത് പരലോകത്തിന്റെ ഒരു ചിത്രമാണ്. പരലോകത്തെ സംബന്ധിച്ച് വളരെ കൃത്യമായ ഒരു ചിത്രീകരണമാണ്. റഖീബിന്റെയും അതീദിന്റെയും സാന്നിധ്യത്തിലല്ലാതെ ഒരാൾക്കും ഒരു വാക്കുപോലും മൊഴിയാൻ സാധ്യമല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആ സൂറത്തിൽ തുടങ്ങുകയാണ്. അവസാനം കാഹളത്തിൽ ഊതപ്പെടുന്ന സന്ദർഭം ആ സൂറത്തിൽ നമുക്ക് കാണാൻ കഴിയാം. മുഴുവൻ ആളുകളോടും പറയുകയാണ്, നിങ്ങളോട് താക്കീത് ചെയ്യപ്പെട്ട, നിങ്ങളോട് മുന്നറിയിപ്പ് നൽകപ്പെട്ട, നിങ്ങൾക്ക് കർശനമായ മുന്നറിയിപ്പ് നൽകിയ ദിവസമാണിതെന്ന് പറഞ്ഞിട്ട് മലായികത്ത് ഓരോ മനുഷ്യനെയും കൂട്ടിക്കൊണ്ടുവരുന്നതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ഓരോരുത്തരെയും രണ്ട് മലക്കുകളുടെ അകമ്പടിയോടുകൂടിയാണ് വരുന്നത് എന്ന സൂറത്തിൽ കൃത്യമായിട്ട് അല്ലാഹു തആല രേഖപ്പെടുത്തുന്നു. അങ്ങനെ രേഖപ്പെടുത്തിയതിനു ശേഷം അല്ലാഹു തആലയുടെ മുന്നിൽ ഈ മലായികത്ത് റിപ്പോർട്ട് സമർപ്പിക്കും. പടച്ചവനെ, ഇവനെ സംബന്ധിച്ച് ഭൂമുഖത്തുള്ള റെക്കോർഡാണ് അയാളിത്. എന്റെ അടുക്കൽ തയ്യാറായ എന്റെ അടുക്കൽ തയ്യാറായ ഫയലാണ് റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ മുൻനിർത്തിക്കൊണ്ട് അല്ലാഹുവിന്റെ മുന്നിൽ ഫയൽ സമർപ്പിക്കുന്നു.
വിശുദ്ധ ഖുർആൻ നമ്മുടെ മുന്നിൽ സമർപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ സമർപ്പിച്ചതിനൊക്കെ ശേഷം ഖുർആൻ, വിശുദ്ധ ഖുർആൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തോട് ചോദിക്കുകയാണ്. യൗമ നഖൂലു ലി ജഹന്നമ, നരകത്തോട് നാം ചോദിക്കുന്ന സന്ദർഭം ഹലിം തലഅതി, നിനക്ക് വയറ് നിറഞ്ഞോ, നിനക്ക് മതിയായോ എന്ന് പടച്ച തമ്പുരാൻ ചോദിക്കുന്ന സന്ദർഭം. വതഖൂലു, ആ നരകം അപ്പോൾ വീണ്ടും പടച്ച തമ്പുരാനോട് ചോദിക്കുകയാണ്, ഹൽ മിൻ മസീദ്, ഇനിയുണ്ടോ നാഥാ, കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താറബേ എന്ന് പറഞ്ഞുകൊണ്ട് നരകം വിലപിക്കുന്ന ഒരു സന്ദർഭം ഖുർആനെയും നിങ്ങളെയും മുന്നിൽ സമർപ്പിക്കുന്നു. ഇനിയുണ്ടോ പടച്ചവനെ, ഇങ്ങോട്ട് താ എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചവനോട് മതിയാവാതെ ചോദിക്കുന്ന ഒരു നരകം, വാവിളർന്നു നിൽക്കുന്ന ഒരു നരകം, അതിന്റെ മുന്നിലാണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത്. ആ നരകത്തിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കാരുണ്യം കൊണ്ട് വിശ്വാസികളെ ഏറ്റവും കൂടുതൽ എഴുതി തള്ളുന്ന അനുഗ്രഹീതമായ ദിനരാത്രങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയില്ലാതെ, കാരണം നരകത്തിന് അവകാശികളായ ചെയ്തുപോയ അബദ്ധങ്ങളുടെയും കൊള്ളരുതായ്മയുടെയും തിന്മയുടെയും തെറ്റുകളുടെയും പേരിൽ നരകം എഴുതി വാങ്ങിക്കാൻ സന്നദ്ധമായ അതിന് അർഹമായ ആളുകളെ പടച്ചമ്പുരാൻ തന്റെ കാരുണ്യം കൊണ്ട് തന്നിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങി എന്ന കാരണത്താൽ, തന്നെ ഓർത്തുന്ന പൊട്ടിക്കരഞ്ഞു എന്ന കാരണത്താൽ എഴുതി തള്ളുന്ന, ഏറ്റവും കൂടുതലായി എഴുതി തള്ളുന്ന രാവുകളിലാണ് താൻ നിങ്ങൾ ജീവിച്ചത്. അങ്ങനെയുള്ള സന്ദർഭമാണ്. അതാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ ജീവിതത്തിൽ വളരെയധികം സജീവമായി ദിനരാത്രി. അവസാനത്തെ പത്തിലേക്ക് പ്രവാചകൻ പ്രവേശിച്ചു കഴിഞ്ഞാൽ പ്രവാചകൻ തന്റെ രാത്രിയെ സജീവമാക്കും. പ്രവാചകൻ ഉറങ്ങാൻ കഴിയുന്നില്ല. ആരാണ് പ്രവാചകൻ? മുൻപിൻ പാപങ്ങൾ പൊറുക്കപ്പെട്ട വ്യക്തിത്വം. ആ പ്രവാചകൻ ഉറങ്ങാൻ കഴിയുന്നില്ല, തന്റെ രാത്രി ഇബാദത്തുകൾ കൊണ്ട് സജീവമാക്കും. നമുക്ക് പ്രവാചകനെ കുറിച്ചുള്ള കഥ വായിക്കാൻ മാത്രം വിധിക്കപ്പെട്ടവരാണ് നാം. പ്രവാചകന്റെ തറാവീഹ് നമസ്കാരത്തെ സംബന്ധിച്ച്, പ്രവാചകന്റെ തഹജ്ജുദ് നമസ്കാരത്തെ സംബന്ധിച്ച്, പ്രവാചകന്റെ ഖിയാമുൽ ലൈലിനെ സംബന്ധിച്ച്, അഥവാ പ്രവാചകന്റെ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പ്രവാചകന്റെ രാത്രി നമസ്കാരത്തെ സംബന്ധിച്ച് സംവാദങ്ങളിൽ നമ്മൾ പറയും, പ്രവാചകൻ 11 റക്അത്തായിരുന്നു നമസ്കരിച്ചിരുന്നത്. ഒരു റക്അത്തിൽ തന്നെ പ്രവാചകന്റെ നമസ്കാരത്തിന്റെ നീളത്തെ സംബന്ധിച്ച് നമ്മൾ പറയും. അഥവാ അലന്തർ റീയടിക്കുന്ന, കാസറ്റ് എടുത്ത് മറിച്ചിരുന്ന തരത്തിലുള്ള സംസ്കാരം വളരെ വ്യാപകമായിരിക്കുന്ന ഒരു ഘട്ടത്തിൽ, സംവാദ ഘട്ടത്തിൽ നമ്മൾ പറയും, അങ്ങനെയല്ല കേട്ടോ നമസ്കരിക്കേണ്ടത്, മറിച്ച് ഹബീബായ പ്രവാചകന്റെ നമസ്കാരത്തെ ഇമാം ബുഖാരി ആയിഷയെ തൊട്ട് നമുക്ക് ഉദ്ധരിച്ചു തരുന്നുണ്ട്. ഒന്നാമത്തെ റക്അത്തിൽ പ്രവാചകൻ സൂറത്തുൽ ബഖറയാണ് പാരായണം ചെയ്യുന്നത്. രണ്ടാമത്തെ റക്അത്തിൽ പ്രവാചകന്റെ പാരായണം സൂറ ആലി ഇംറാനാണ്. നമുക്ക് ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒരു രാത്രി പരിപൂർണമായിട്ട് അല്ലാഹുവിനെ കൊടുക്കാൻ കഴിഞ്ഞവർ നമ്മുടെ കൂട്ടത്തിൽ എത്ര പേരുണ്ട്? കഴിഞ്ഞ ധാരാളം സൗഭാഗ്യവാന്മാരുണ്ടാവും. ഞാൻ വിമർശിക്കുന്നില്ല, തള്ളുന്നില്ല. പക്ഷേ ഒന്ന് സ്വയം ചോദിക്കാൻ, ഒന്ന് ആത്മപരിശോധനയ്ക്കുള്ള ടൈമായതുകൊണ്ട് ഈ നിലയിൽ പറയുന്നു എന്ന് മാത്രം. തന്റെ കുടുംബത്തെ ഉണർത്തും കേട്ടോ. തന്റെ ഭാര്യ അവള് വിഷമിച്ച് കിടക്കുന്നതാണ്. പകൽ മുഴുവൻ പണിയായിരുന്നു. ഇഫ്താറിന് വേണ്ടി വല്ലാതെ നമ്മുടെ പെണ്ണുങ്ങൾ പണിയെടുക്കുന്നുണ്ട്. എത്രയാണെങ്കിലും പെണ്ണുങ്ങൾക്ക് ദിക്ർ ചെല്ലാൻ, ഖുർആൻ ഓതാൻ, കറക്റ്റ് സമയത്ത് അസ്ർ നമസ്കരിക്കാനോ മഗ്രിബ് നമസ്കരിക്കാനോ പോലും സമയമില്ല. അവർ നമസ്കരിച്ചോ എന്ന് ചോദിക്കാൻ പോലും നമ്മൾ മെനക്കെടാറില്ല. ആ നിലയിൽ ഇഫ്താർ വിഭവങ്ങളിൽ കെട്ടിപ്പിണഞ്ഞ് കിടക്കുന്ന ഒരു സാഹചര്യം എന്റെയും നിങ്ങളുടെയും കുടുംബങ്ങളിലുണ്ട്. അഥവാ ഇഫ്താറുകളിൽ ധൂർത്താൻ എത്ര തിന്നാലും മതിയാകാത്ത നിലയിൽ പകലൽപ്പസമയം പട്ടിണി കിടന്നതിന്റെ പേരിൽ, പടച്ചമ്പുരാന് വേണ്ടി പട്ടിണിയുടെ വേദനയൊന്ന് തിരിച്ചറിയാൻ നമ്മൾ തയ്യാറായതിന്റെ പേരിൽ അതിന്റെ പൈസ അടക്കം ബാങ്ക് വിളിച്ചു കഴിയുമ്പോൾ നമ്മൾ വെട്ടി തിന്നുന്ന ഒരു സ്വഭാവം നമ്മിൽ പലരിലുമുണ്ട്. അങ്ങനെ അതിന്റെ പേരിൽ നമ്മുടെ പെണ്ണുങ്ങൾക്ക് സമയം കിട്ടാറില്ല. അങ്ങനെ പെണ്ണുങ്ങൾ വല്ലാണ്ട് ഇതിനു വേണ്ടി പണിയെടുത്ത്, അഥവാ നമ്മുടെ ഇഫ്താറിന് വേണ്ടി, നമ്മുടെ ഭക്ഷണ വിഭവങ്ങൾക്ക് വേണ്ടി വല്ലാണ്ട് പണിയെടുത്ത്, നോമ്പ് വിളിച്ചുകൊണ്ട് പണിയെടുത്ത് തളർന്നു കിടക്കുകയല്ലേ. അതുകൊണ്ട് കിടന്നുറങ്ങിക്കോട്ടെ എന്ന് കരുതുന്ന ഭർത്താക്കന്മാരാണ് വളരെ കൂടുതൽ. അതേപോലെ
മക്കള് അവർക്ക് രാവിലെ സ്കൂളിൽ പോകാനുള്ളതാണ്, അവരുടെ ഉറക്കം മെനക്കെടുത്തണ്ട എന്ന് കരുതുന്നവരാണ്. പക്ഷേ ഹബീബായ പ്രവാചകൻ തന്റെ 2 വീടിന്റെ അപ്പുറമുള്ള ഫാത്തിമയുടെ വീട്ടിൽ പാതിരാത്രിയിൽ പോയിട്ട് മുട്ടും, വാതിലിൽ മുട്ടും. മോളെ ഫാത്തിമ എഴുന്നേക്ക് മോളെ. എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സാഹചര്യത്തിൽ അല്ലാഹുവിന് വേണ്ടി നമസ്കരിക്കുമോളെ. അല്ലാഹുവിനോട് ചെയ്ത പാപങ്ങൾ ഏറ്റു പറഞ്ഞുകൊണ്ട് പൊട്ടിക്കര മോളെ എന്ന് പറഞ്ഞുകൊണ്ട് ആ മോളെ സ്വർഗത്തിൽ നാം ഒപ്പം വേണമെന്നുള്ള ചിന്തയാൽ ഹബീബായ പ്രവാചകൻ ചെയ്യുമായിരുന്നു. അഖിലഹു തന്റെ കുടുംബത്തെ എഴുന്നേൽപ്പിക്കും. ഒരിക്കലെങ്കിലും ഒന്ന് കുടുംബത്തെ എഴുന്നേൽപ്പിച്ചുകൊണ്ട് ഒപ്പം നിർത്തിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് 2 റക്അത്ത് നമസ്കരിക്കാനുള്ള ഒരു കുടുംബാന്തരീക്ഷം എനിക്കും നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്ന് ചിന്തിക്കണം. ഇല്ലെങ്കിൽ മാറ്റം വേണം സഹോദരങ്ങളെ. നമ്മുടെ ഭാര്യയെ വലതുഭാഗത്ത് നിർത്തിക്കൊണ്ട് കുറെ സമയം ഒന്ന് ഖുർആൻ ഓതി ഒന്ന് നമസ്കരിക്കും. പള്ളിക്കാട്ടിലോട്ട് പോകേണ്ടവരല്ല നാം. ആരും കൊണ്ട് നമ്മൾ സഹായിക്കാൻ ഉണ്ടാവില്ല, ഒരാളും ഉണ്ടാവില്ല. വേണ്ട ഈ കുടുംബത്തെ നമുക്കൊപ്പം അവസാനത്തെ 10 കഴിഞ്ഞാൽ പ്രവാചകൻ അരമുറുക്കി ഇറങ്ങും. നമ്മളെന്തെങ്കിലും ഒരു സംഗതിക്ക് പറയില്ല അരയും തലയും മുറുക്കി ഇറങ്ങിയിരിക്കുന്നത്. ആ നിലയിൽ പ്രവാചകൻ വല്ലാത്ത ഒരു ഉണർവായിരുന്നു. പ്രവാചകൻ വല്ലാത്ത ഒടുക്കമായിരുന്നു. കാരണം ലൈലത്തുൽ ഖദ്ർ അതേറ്റവും കൂടുതൽ പ്രതീക്ഷിക്കാവുന്ന രാവുകളാണ്. അവസാനത്തെ 10 3-4 ദിവസങ്ങൾ കടന്നുപോയി. എങ്കിലും ഇനിയുള്ള നാളുകളെങ്കിലും കൂടുതൽ പ്രയോജനപ്പെടുത്തണം. എനിക്കും നിങ്ങൾക്കും അതിന്റെ വിശുദ്ധിയോ അതിന്റെ നന്മയോ അതിന്റെ സൗഭാഗ്യമോ നഷ്ടപ്പെട്ടു പോകരുത്. അങ്ങനെ പ്രവാചകൻ പറഞ്ഞ നഷ്ടവാദികളുടെ കൂട്ടത്തിൽ, ഹതഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഞാനും നിങ്ങളും പെട്ടുപോകരുതേ എന്ന അതിയായ താല്പര്യത്തിന്റെ പുറത്ത് പറയുകയാണ്. ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കാവുന്ന രാവുകളാണ്. എന്താ ലൈലത്തുൽ ഖദ്ർ? ചെറുതായിട്ടൊന്ന് പരിചയപ്പെടുത്താം. വിശുദ്ധ ഖുർആൻ ഒരു സൂറത്ത് തന്നെ മാറ്റി വെച്ചിരിക്കുകയാണ്. സൂറത്തുൽ ഖദ്ർ. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ ബിഇذനി റബ്ബിഹിം മിൻ കുല്ലി അംർ സലാം ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. രാത്രിയിലാണ് നാം ഇതിനെ അവതരിപ്പിച്ചത്. വിശുദ്ധ ഖുർആൻ തന്നെ മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട്, അനുഗ്രഹീതമായ ഒരു രാത്രി. ഖുർആനാണ് പറയുന്നത്, പടച്ചതമ്പുരാനാണ് പറയുന്നത്. ഏതെങ്കിലും പണ്ഡിതന്റെ വാക്കല്ല, അല്ലെങ്കിൽ ഇസ്രായേലിൽ നിന്നുള്ള ഏതെങ്കിലും ജൂതന്മാരുടെ കൈയെഴുത്തുകളല്ല കേട്ടോ. ആ രാവിലെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നതാണ് ലൈലത്തും മുബാറക, അനുഗ്രഹീതമായ രാത്രി. കാരണം വിശുദ്ധ ഖുർആനിന്റെ പ്രൗഢോജ്വലമായ സമുദ്ഘാടന കർമ്മത്തിന് വേണ്ടി അല്ലാഹു തആല തിരഞ്ഞെടുത്ത രാത്രിയാണ്. എന്താ ഖുർആൻ നിങ്ങൾ മനസ്സിലാക്കണം. ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലദീ ഹിയ അഖ്വം, മനുഷ്യനെ ഏറ്റവും ചൊവ്വായ പാതയിലേക്ക് വഴി നടത്തുന്ന, അഥവാ ഖുർആനിൽ പാതിരാത്രിയിൽ വഴിയറിയാതെ ഒരു മനുഷ്യൻ നാൽക്കവലയിൽ വന്ന് നിൽക്കുന്ന സാഹചര്യത്തിൽ അവനെ വെളിച്ചത്തിന്റെ പാതയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന വഴികാട്ടിയാണ് കേട്ടോ ഖുർആൻ. ഖുർആൻ അങ്ങനെയാണ് നമുക്ക് പരിചയപ്പെടുത്തുന്നത്. ആ ഖുർആനിന്റെ സമുദ്ഘാടന കർമ്മത്തിന് വേണ്ടി അല്ലാഹു തആല തിരഞ്ഞെടുത്ത രാത്രിയാണ്. ഹബീബായ പ്രവാചകൻ, നമ്മുടെ ആവേശമായ വികാരമായ, നാം നമ്മേക്കാളധികം സ്നേഹിക്കേണ്ട നമ്മുടെ എല്ലാമായ ഹബീബായ പ്രവാചകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റിസാലത്തിന്, പ്രവാചകത്വത്തിന് നന്ദി കുറിക്കപ്പെട്ട നിമിഷമാണ് ആ രാത്രി. മക്കയിലെ സാധാരണക്കാരനായിരുന്ന മുഹമ്മദ് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ എല്ലാമായ, നമ്മുടെ മാതൃകാപുരുഷനായ, നമ്മുടെ വികാരമായ, ആവേശമായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായി മാറിയ നിമിഷം. ഖുർആൻ ചോദിക്കുക, ഇത് പറഞ്ഞിട്ട് നിനക്കൊരു മാറ്റമില്ലേ? ലൈലത്തുൽ ഖദ്റിന്റെ മഹത്വത്തെ സംബന്ധിച്ച് നീ എന്താ മനസ്സിലാക്കിയിട്ടുള്ളത്? അതിനെ സംബന്ധിച്ച് നിന്റെ ഹൃദയത്തിൽ അതിന്റെ മഹത്വം വേരിറങ്ങുന്നില്ലേ, ആണ്ടിറങ്ങുന്നില്ലേ എന്ന്
ഖുർആൻ ചോദിക്കുന്നുണ്ട്, വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ, ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹ്ർ, 1000 മാസത്തേക്കാൾ ഉത്തമമാണ് ആ മാസം. 1000 മാസം എന്ന് പറഞ്ഞു നിർത്തിയില്ല, 1000 മാസങ്ങളെക്കാൾ ഉത്തമം എത്രയുമാകാം, അതിന്റെ ചുരുങ്ങിയ പക്ഷമാണ് 1000 മാസം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, അന്നേ ദിവസം അമൽ ചെയ്താൽ 1000 മാസം അമൽ ചെയ്ത്, 1000 മാസം എന്ന് പറയുമ്പോൾ 83 വർഷത്തേക്ക് കൂടുതൽ വരും. 83 വർഷം അമൽ ചെയ്തൊരു സൗഭാഗ്യം. യഥാർത്ഥത്തിൽ നാമും നമ്മുടെ മുൻഗാമികളും തമ്മിലുള്ള ആയുസ്സിലെ അന്തരം കുറയ്ക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനമാണ്. നമുക്കറിയാമല്ലോ, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ഒരു മനുഷ്യൻ 5000 വർഷം ജീവിച്ചിരുന്നു. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം 950 വർഷം പ്രബോധനം ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആ കാലഘട്ടത്തിൽ മനുഷ്യന്മാരുടെ ആയുസ് നമുക്കറിയാം. ശേഷം 600 500 ഇങ്ങനെയൊക്കെ പോയിട്ട് പ്രവാചക കാലഘട്ടം വന്നപ്പോഴത്തേക്കും 60ന്റെയും 70ന്റെയും ഇടയിൽ പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞു, എന്റെ ഉമ്മത്തിന്റെ ആയുസ് 60ന്റെയും 70ന്റെയും ഇടയിൽ പരിമിതമാക്കപ്പെട്ടിരിക്കുകയാണ്. ഹബീബായ പ്രവാചകൻ ലോകത്തിന്റെ ഇവിടെ വാങ്ങി 63ാമത്തെ വയസ്സിൽ പ്രവാചകന്റെ സഹചാരികളായ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ലോകത്തോട് ഇവിടെ വാങ്ങി 60ന്റെയും 70ന്റെയും ഇടയിൽ തന്നെ ഈ ഉമ്മത്തിലെ ഭൂരിഭാഗവും 60ന്റെയും 70ന്റെയും ഇടയിൽ തന്നെയായിരിക്കും. 70ന്റെ അപ്പുറം കിടക്കുന്നത് വളരെ പരിമിതമായ ആളുകൾ മാത്രമായിരിക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മുൻഗാമികൾ, മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തിൽ വിശ്വസിച്ച നല്ല ആളുകൾ, സച്ചരിതരായ ആളുകൾ, മുത്തഖികളായ ആളുകൾ, അവരൊരു പക്ഷേ 980 വർഷത്തോളം അല്ലാഹുവിന് വേണ്ടി അമൽ ചെയ്ത് വളരെ മഹത്തായ സൗഭാഗ്യത്തിനുടമയായി അവർ പോകേണ്ട സ്വർഗ്ഗത്തിലേക്ക് പോകുമ്പോൾ വെറും 10-20 വർഷം അമൽ ചെയ്തുകൊണ്ട് അവരോട് കിടപിടിക്കാൻ കഴിയില്ല, അവരോടൊപ്പം നിൽക്കാനാവില്ല. അതിനുള്ള പരിഹാരമായിട്ടാണ് അല്ലാഹു തആല നമുക്ക് ഈ ലൈലത്തുൽ ഖദ്ർ പ്രദാനം ചെയ്തത് എന്നും കൂടി ഹദീസുകളിൽ നമുക്ക് മനസ്സിലാക്കാനാവുന്നുണ്ട്. പക്ഷേ നമുക്ക് വേണ്ട ഈ ലൈലത്തുൽ ഖദ്ർ അവസാനത്തെ 10 ദിവസമാണെന്ന് പറഞ്ഞിട്ട് ഒരിക്കലെങ്കിലും ആ 10 ദിവസം നമ്മൾ കാത്തിരുന്നോ? സ്വർഗം ഉറപ്പായ റസൂലുള്ളാഹ് മദീനത്ത് വന്നതിന് ശേഷം ഒരിക്കൽ പോലും ഉപയോഗിച്ചിട്ടില്ല. അവസാന പ്രവാചകൻ വിടവാങ്ങിയ വർഷം 20 ദിവസമാണ് അതിനു വേണ്ടി കാത്തിരുന്നത്. അല്ലാഹു റസൂലിന് ആവശ്യമുണ്ടായി, അല്ലാഹു റസൂലിന് അത് ഗൗരവമുള്ളതായിരുന്നു. പടച്ചതമ്പുരാനെ, പാപങ്ങളുടെ ലോകത്തിൽ എഴുതിക്കൊള്ളുന്ന തിന്മകളുടെ ഒരു മഹാഭണ്ഡാരവുമായിട്ട് വലിയൊരു കൂമ്പാരവുമായിട്ട് പടച്ചതമ്പുരാന് മുന്നിൽ പോയി നിൽക്കുന്ന എനിക്കും നിങ്ങൾക്ക് ആവശ്യമില്ലേ? അവിടെ ആലോചിച്ച് നോക്കവിടെ ആയുസിൽ എത്രയാവാകുന്ന ഈ ഭാഗത്തിന് വേണ്ടി ചെലവഴിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് 24 മണിക്കൂർ ഒരു ദിവസത്തിൽ 8 മണിക്കൂറെങ്കിലും ഉറങ്ങാൻ വേണം. അങ്ങനെ ആവുമ്പോൾ 60 വയസ്സ് ജീവിച്ച 20 വർഷം ഉറങ്ങിക്കും. പിന്നെ അവിടെ സ്വറ പറയാനും നമ്മുടെ എന്ത് ചെയ്യാണ് TV കാണാനും നമ്മുടെ മറ്റുള്ള കാര്യങ്ങൾക്കും ഒക്കെ എത്ര സമയം നമ്മൾ ചെലവഴിക്കുന്നുണ്ട്? ഈ ഭാഗത്തിന് വേണ്ടി എത്ര സമയം ചെലവഴിക്കുന്നുണ്ട്? അപ്പൊ വളരെ പരിമിതമാണ് നമ്മുടെ ആയുസ്സിൽ അമൽ. അതിന്റെ പരിഹാരമായിട്ടുള്ള ലൈലത്തുൽ ഖദ്ർ, ഒരു ലൈലത്തുൽ ഖദ്റെങ്കിലും ജീവിതത്തിൽ കിട്ടി എന്ന് ഉറപ്പിക്കാൻ എനിക്ക് നിങ്ങൾക്ക് കഴിയുമോ? നമ്മുടെ സമുദായം എന്ത് ചെയ്തു? ഒരു 27ാം രാവ് തൊട്ട് ശ്രദ്ധിച്ചിട്ട് ആ 27ാം രാവിലേക്ക് ഈ ലൈലത്തുൽ ഖദ്റിനെ ചുറ്റിക്കെട്ടി. നമ്മൾ മുഴുവൻ പണ്ഡിതന്മാരും നമുക്ക് പറഞ്ഞൊരു യാഥാർത്ഥ്യമുണ്ട്, 27ാം രാവിൽ മാത്രമാണ് ലൈലത്തുൽ ഖദ്ർ അല്ലാഹു സൂചിപ്പിച്ചിട്ടില്ല. അവസാനത്തെ 10ൽ നിങ്ങൾ അന്വേഷിച്ചോ എന്ന് എല്ലാവരും അംഗീകരിക്കും. അവസാനത്തെ 10ൽ ഏത് രാത്രിയുമാകാം, വിശിഷ്യ ഒറ്റയായ രാവുകളിൽ കൂടുതൽ പ്രതീക്ഷിച്ചോ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തിനാണ് ഇങ്ങനെ കൃത്യമായ രാവ് പറയാത്തത് എന്നതിനെ സംബന്ധിച്ച് വിശദീകരണമുണ്ട് ഹദീസുകളിൽ തന്നെ. കാരണം ഒരു രാവ് പറഞ്ഞു കൊടുത്താൽ ഞാൻ നിങ്ങൾ മടിയന്മാരാണല്ലോ, അതുകൊണ്ട് ആ രാവിൽ മാത്രമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? അമൽ ചെയ്യും. അല്ലാതെ രാവിലൊക്കെ അവഗണിക്കും. അപ്പൊ അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് പടച്ചതമ്പുരാനും ഹബീബായ പ്രവാചകനും ഒക്കെ ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്തത്. അവസാനത്തെ 10 അതിലേത് ദിവസവും ആകാറുണ്ട്. പക്ഷെ നമ്മൾ അല്ലാഹുവിനെ പ്രവാചകനെ ഓവർടേക്ക് ചെയ്ത് നമ്മളാവുന്ന സമുദായം ഒരു ദിവസം തീരുമാനിച്ചു. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? ഒരു ദിവസത്തിൽ ചുറ്റിക്കെട്ടി. ഇവിടെ നമ്മൾ ആരെയാ ഓവർടേക്ക് ചെയ്യുന്നത്? ആരുടെ പ്ലാനിങ്ങിനെ നമ്മൾ അട്ടിമറിച്ചത്? ആലോചിച്ച് നോക്കിയേ. അല്പം എന്ത് ചെയ്യാണ് തമാശ അതിന്റെ അകത്തുണ്ടെങ്കിലും ഗൗരവമുള്ള സന്നിധിയിലേ ചോദിക്കുന്നത്. നമ്മൾ അട്ടിമറിക്കുകയല്ലേ ചെയ്യുന്നത്? 1000 മാസത്തേക്കാൾ ഉത്തമം എന്ന് പറഞ്ഞിട്ട് അത് നേടിയെടുക്കണമെന്ന് എനിക്ക് നിങ്ങൾക്ക് മനസ്സിനുള്ളിൽ ആഗ്രഹം തോന്നുന്നില്ലെങ്കിൽ അതിന്റെ പച്ചയായ മലയാളം എനിക്കും നിങ്ങൾക്കും സ്വർഗം വലുതല്ല, നരക വിമുക്തി വലുതല്ല, പടച്ചതമ്പുരാന്റെ പൊരുത്തം വലുതല്ല, പരലോകം വലുതല്ല എന്നതാണ് എന്നെങ്കിലും സമ്മതിക്കാനുള്ള ഒരു തിരിച്ചറിവ് എനിക്ക് നിങ്ങൾക്കും നഷ്ടപ്പെട്ടു പോയത്. ഉള്ളതെന്ന് പറഞ്ഞു പോയി.
ലൈലത്തുൽ ഖദ്ർ ഖൈറും മിനൽ ബിശർ തനസ്സലുൽ മലായികത്തു വറൂഹു. മലായികത്തുകൾ ഇങ്ങനെ കൂട്ടമായിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വരും. വറൂഹു ആത്മാവും. ആരാധ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, മലായികത്തുകളുടെ സയ്യിദായ നേതാവായ ജിബ്രീൽ, അവരിങ്ങനെ വരാൻ വേണ്ടി നിൽക്കും. ഖുർആൻ പറയാ, തങ്ങളുടെ രക്ഷിതാവിന്റെ അനുമതിയോടുകൂടി പടച്ച തമ്പുരാൻ ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയിൽ ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വന്നുകൊണ്ട് പറയും, എന്റെ അടിമകളെ കണ്ടോ, എനിക്ക് വേണ്ടി പകൽ മുഴുവൻ പട്ടിണി കിടന്ന, ദാഹിച്ചു വല്ലാണ്ട് വരഞ്ഞിട്ടും വിശന്നു പൊരിഞ്ഞിട്ടും പടച്ചവനെ നിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി ഒന്നും ചെയ്യാൻ ഞാൻ സന്നദ്ധമല്ല. നിനക്ക് വേണ്ടി ഭക്ഷണം ഉപേക്ഷിക്കണമോ, നിനക്ക് വേണ്ടി വെള്ളം ഉപേക്ഷിക്കണമോ, നിനക്ക് വേണ്ടി ഭാര്യ ഉപേക്ഷിക്കണമോ, നിനക്ക് വേണ്ടി എന്റെ വീടും കൂടും നാടും ഉപേക്ഷിക്കണമോ, അതിനും ഞാൻ സന്നദ്ധമാണ് എന്ന് പ്രായോഗികമായി തെളിയിച്ച രാത്രി എന്നെ ഓർത്തുകൊണ്ട് പൊട്ടി കരഞ്ഞുകൊണ്ട് എനിക്ക് വേണ്ടി സുദീർഘമായി നിന്ന് ഖുർആൻ പാരായണം ചെയ്ത് നമസ്കരിക്കുന്ന എന്റെ അടിമകളെ കണ്ടോ മലായികത്തെ എന്ന് പറഞ്ഞുകൊണ്ട് യുവാഹി അള്ളമേന്തി നടിക്കുന്ന, അള്ള അഭിമാനം നടിക്കുന്ന, പെരുമ നടിക്കുന്ന ഒരു സന്ദർഭം വിശുദ്ധമായ ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാനാവുന്നുണ്ട്. ആ സാഹചര്യത്തിലാണ് മലായികത്ത് ചോദിക്കുന്നത്, ഈ നല്ലവരായ ആളുകളെ ഞങ്ങളൊന്ന് പോയി മുസാഫഹത്ത് ചെയ്യാൻ അനുവാദം തരണം. കാരണം മലായികത്ത് ചോദിച്ചു പോകും. കാരണം മലായികത്ത് തെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചാലും അവർക്ക് സാധിക്കൂല. കാരണം പടച്ചതമ്പുരാൻ അങ്ങനെയാണ് അവരെ സൃഷ്ടിച്ചത്. പക്ഷേ ഞാനും നിങ്ങളുമോ തെറ്റുകളുടെ ലോകത്ത് ഇങ്ങനെ മാറി മാറി വിളിക്കുന്നതിനെല്ലാ സാഹചര്യങ്ങളും സമ്മർദ്ദങ്ങളും പിശാചുമുണ്ട്. പക്ഷേ അതിലേക്ക് അതിജീവിച്ചുകൊണ്ട് നമ്മൾ നന്മയുടെ ലോകത്തേക്ക് പോകുമ്പോൾ യഥാർത്ഥ പിശാചിനെയും അതിജീവിച്ച് മാലാഖമാരെയും ഓവർടേക്ക് ചെയ്തുകൊണ്ടുള്ള ഒരു വിശുദ്ധിയിലേക്കാണ് നാം പോകുന്നത്. മലായികത്തിനും അപ്പുറത്തേക്കാണ് നാം കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് ആ മലായികത്ത് ഇതിന് റബ്ബിയും പടച്ചവനെയും അവരെ മുസാഫഹത്ത് ചെയ്യാൻ അനുവദിക്കണം. ആ മലായികത്ത് ഇങ്ങോട്ട് വരുമ്പോൾ ചെറിയ ലജ്ജയും അവർക്കുണ്ടാകുമെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. കാരണം ലജ്ജിച്ച് തലതാഴ്ത്തിക്കൊണ്ട് തന്നെ അവർക്ക് നമ്മുടെ അടുക്കിലേക്ക് വരാൻ കഴിയുകയുള്ളൂ. നമ്മൾ വിശുദ്ധന്മാരാണെങ്കിൽ, പാപങ്ങൾ കഴുകിക്കളഞ്ഞുകൊണ്ട് കൊച്ചു കുഞ്ഞിന്റെ വിശുദ്ധിയിലേക്ക് നാം വന്നെത്തിയിട്ടുണ്ടെങ്കിൽ, നമുക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മലായികത്ത് നമ്മുടെ മുന്നിൽ തല കുനിച്ച് തന്നെ നിൽക്കും. കാരണം എന്നെയും നിങ്ങളെയും സൃഷ്ടിക്കുന്നതിന് മുമ്പ് പടച്ചതമ്പുരാൻ അവരോട് ചോദിച്ചു, നിന്റെ രക്ഷിതാവ് മലായികത്തിനോട് ചോദിച്ച സന്ദർഭം നീ ഒന്ന് ഓർക്ക്. ഖുർആൻ പറയുകയാണ്, എങ്ങനെയാ പറഞ്ഞത്? ഭൂമിയിൽ ഒരു ഖലീഫയെ ഞാനിതാ നിയോഗിക്കാൻ തീരുമാനിക്കുകയാണ് എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ അവരതാവിനോട് തിരിച്ചു ചോദിച്ചത്, ഭൂമിയിൽ രക്തം ചൊരിച്ചുകൾ സൃഷ്ടിക്കുന്ന, ഭൂമിയിൽ രക്തം ചിന്തുന്ന, ഭൂമിയിൽ കലാപം സൃഷ്ടിക്കുന്ന, പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഇവന്മാരെ എന്തിനാണ് പടച്ചവനെ സൃഷ്ടിക്കുന്നത്? നിന്നെ തസ്ബീഹ് ചെയ്യാൻ, നിന്റെ മഹത്വത്തെ വാഴ്ത്താൻ മലായികത്തായ ഞങ്ങളുണ്ടല്ലോ, നിന്റെ അടിമകളായ ഞങ്ങളുണ്ടല്ലോ. പിന്നെ എന്തിനാണ് ഭൂമിയിൽ രക്തച്ചൊരിച്ചിൽ സൃഷ്ടിക്കുന്ന, കലാപം സൃഷ്ടിക്കുന്ന, പരസ്പരം വഴക്കടിക്കുന്ന, പരസ്പരം എപ്പോഴും എതിർച്ചേരിയിൽ നിന്നുകൊണ്ട് ചെളിവാരി എറിയുന്ന ഈ ആളുകൾ എന്തിനാണ് സൃഷ്ടിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹു അവരോട് പറഞ്ഞു, നിങ്ങൾക്കറിയില്ലാത്ത പലതും നിങ്ങൾ കാണാത്ത പലതും ഞാൻ കാണുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് തിരുത്തുകയാണ് ചെയ്തത്. ആ സാഹചര്യത്തിന്റെ സാക്ഷാത്കാരമാണ് ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയിൽ നടക്കുന്നത്. മലായികത്തെ നിങ്ങളല്ലേ പറഞ്ഞത് ഈ മനുഷ്യന്മാരെ സംബന്ധിച്ച്, പക്ഷേ അവർ കണ്ടോ, എന്റെ പ്രിയപ്പെട്ട അടിമകളെ കണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് മലായികത്തിന് അല്ലാഹു തആല മേനിയടിക്കുന്ന സന്ദർഭം. അങ്ങനെ മലായികത്ത് അനുവാദം ചോദിക്കും, അല്ലാഹു തആല കൊടുക്കും. ഭൂമിയിലുള്ള മണൽ തരികളെക്കാൾ മലായികത്തിന്റെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായിരിക്കുമെന്ന് റസൂലുള്ളാഹി പറയുന്നുണ്ട്. ഇതൊന്നും കെട്ടുകഥയല്ല കേട്ടോ, പ്രാമാണികമായ ഹദീസിലുള്ളതാണ്. ആ മലായികത്ത് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ഉപഹാരവും കൂടി കൊണ്ടുവരും കേട്ടോ, ഒരു സമ്മാനവും കൂടി കൊണ്ടുവരും കേട്ടോ. ആ സമ്മാനം നേടിയെടുക്കാൻ അർഹത ഞാനും നിങ്ങളും തെളിയിക്കണം. എന്താ മലായികത്തിന്റെ കൈവശം അല്ലാഹു തആല കൊടുത്തുവിടുന്ന സമ്മാനം എന്നറിയണ്ടേ? നരകത്തിൽ നിന്നുള്ള മോചനം, അതാ സ്വർഗത്തിന്റെ താക്കോല് അത് നമ്മുടെ അനന്തര സ്വത്തായിരുന്നു, നമ്മുടെ വാപ്പാടെ കയ്യിലിരുന്ന സാധനമായിരുന്നു, നമ്മുടെ പൈതൃക സ്വത്തായിരുന്നു. അത് തിരിച്ചു പിടിക്കാൻ ഈ റമദാനിൽ നമുക്ക് ആവണം കേട്ടോ. നമ്മുടെ വാപ്പനാഥം സ്വർഗത്തിലായിരുന്നു, സ്വർഗത്തിൽ നിന്നും വെളിയിലേക്ക് എടുത്തെറിഞ്ഞു. എന്താ പിശാചിന് അടിപ്പെട്ടു പോയ കാരണത്താൽ ഈ റമദാനിൽ, ഈ നോമ്പിൽ എനിക്കും
അങ്ങനെ ആ അർഹത തേടിക്കൊണ്ട് ആ താക്കോലുമായിട്ട് മലായികത്ത് വന്നിറങ്ങുന്നത് എന്റെയും നിങ്ങളുടെയും വീടുകളിലല്ല കേട്ടോ. അല്ലാഹുവിന്റെ ഭവനം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ള ഭൂമിയിലെ ഏറ്റവും അനുഗ്രഹീതമായി പള്ളിയിലാണ് കേട്ടോ വന്നിറങ്ങുന്നത്. അങ്ങനെ പള്ളിയിൽ വന്നിറങ്ങുമ്പോൾ വിശുദ്ധ ഖുർആൻ കയ്യിൽ പിടിച്ചുകൊണ്ട് അല്ലാഹുവിന്റേതായ ലോകത്ത്, ഖുർആനിന്റേതായ ലോകത്ത് കഴിഞ്ഞുകൂടുന്ന സൗഭാഗ്യവാന്മാരിൽ പെടണോ വേണ്ടയോ എന്ന് തീരുമാനിക്കണം കേട്ടോ ഞാനും നിങ്ങളും. പ്രിയമുള്ളവരെ, നമുക്കറിയാം ഹബീബായ പ്രവാചകനെ സംബന്ധിച്ച് ചരിത്രത്തിൽ വായിക്കാൻ കഴിയുന്നുണ്ട്. എല്ലാ റമദാനിലും ജിബ്രീൽ പ്രവാചകനെ എടുക്കൽ വന്നും വൈദാരിസുൽ ഖുർആൻ, ആ ജിബ്രീലിനെ വിശുദ്ധ ഖുർആൻ ഹബീബായ പ്രവാചകൻ ഓതി കേൾപ്പിക്കും, അതിന്റെ പാഠങ്ങൾ കേൾപ്പിക്കും. എന്റെ കൈകളിൽ, എന്റെ കരങ്ങളിൽ, എന്റെ ജീവിതത്തിൽ ഖുർആൻ സുരക്ഷിതമാണ് എന്ന് ആ ഖുർആൻ എത്തിച്ചു കൊടുത്ത ജിബ്രീലിനെ പ്രവാചകൻ ബോധ്യപ്പെടുത്തും. എന്നതുപോലെ ആ ജിബ്രീൽ ഇപ്പോഴും വരുന്നുണ്ട്. വരുമ്പോൾ നമുക്ക് പറയാൻ കഴിയണം, ഹബീബായ പ്രവാചകന്റെ ജീവിതത്തിലും കരങ്ങളിലും ഖുർആൻ എങ്ങനെ സുരക്ഷിതമായിരുന്നു, അതേപോലെ എന്റെയും ഞങ്ങളാവുന്ന വിശ്വാസികളുടെ ജീവിതത്തിൽ ഈ ഖുർആൻ സുരക്ഷിതമാണ് കേട്ടോ. ഖുർആന്റെ ജീവിക്കുന്ന പകർപ്പുകളാണ് കേട്ടോ. ഞങ്ങളിതാ ഖുർആന്റെ ലോകത്ത് തന്നെയാണ് എന്ന് ജിബ്രീലിനോട് നമുക്ക് പറയാൻ കഴിയണം. അങ്ങനെ പറയാൻ, അങ്ങനെ തെളിയിക്കാൻ, സ്വർഗത്തിന്റെ താക്കോല് തിരിച്ചു വാങ്ങിക്കാൻ അർഹത തെളിയിക്കുമ്പോഴാണ് കേട്ടോ അഥവാ മിഫ്താഹുൽ ജന്ന, നരക വിമുക്തി, സ്വർഗത്തിന്റെ താക്കോല് നമുക്ക് നൽകിയിട്ട് പോകുന്നത്. പിന്നെയും ആ രാവിനെ സംബന്ധിച്ച് പറയുകയാണ്, എല്ലാ കാര്യങ്ങളും തീരുമാനിക്കപ്പെടുന്ന രാത്രി, എല്ലാ കാര്യങ്ങളും തീരുമാനിക്കപ്പെടുന്ന ഒരു രാത്രിയാണ്. മനുഷ്യന്റെ എല്ലാ ഭാഗതയും തീരുമാനിക്കുന്ന ലൗഹുൽ മഹ്ഫൂസിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല മലായികത്തിന് എല്ലാ റിക്കാർഡുകളും പകർന്നു കൊടുക്കുന്ന സന്ദർഭം. ഒരു വർഷത്തേക്കുള്ള നമ്മുടെ ഓരോ കാര്യവും തീരുമാനിക്കപ്പെടുന്ന സന്ദർഭം. ഇവിടെ ശ്രദ്ധിക്കാൻ, നമ്മുടെ ഓരോ കാര്യങ്ങളും തീരുമാനിക്കപ്പെടുന്ന സന്ദർഭം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഒരുപക്ഷെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഇനി 11 മാസക്കാലത്ത് നീണ്ട കാത്തിരിപ്പുണ്ട് റമദാനിലെ ഒരു വെള്ളിയാഴ്ചക്ക് വേണ്ടി എന്ന്. ആ കാത്തിരിപ്പിൽ ആരൊക്കെ അവശേഷിക്കുമെന്ന് അറിയില്ല എന്ന്. ഒരുപക്ഷെ ഇനി വരാനിരിക്കുന്ന ഒരു വർഷത്തെ ഭാഗതയും തീരുമാനിക്കപ്പെടുന്ന ആ നിർണായകമായ രാത്രിയിൽ പ്രിയമുള്ളവരെ എന്താണ് തീരുമാനിക്കപ്പെടുന്നത്? ഞാനും നിങ്ങളും എത്ര നാൾ ജീവിച്ചിരിക്കും? വരും വർഷത്തിൽ ജീവിച്ചിരിക്കുമോ? അതല്ല ഏതെങ്കിലും വണ്ടി ഇടിച്ച് നട റോട്ടിൽ കിടന്നുകൊണ്ട് പെടഞ്ഞു മരിക്കാനാണോ നമ്മുടെ തീരുമാനം എന്നത് തീരുമാനിക്കപ്പെടുന്ന നിർണായകമായ രാത്രിയാണ്, നിർണായകമായ നിമിഷമാണ്. മുസ്ലിമായിട്ടാണോ മരിക്കുന്നത്, അതല്ല കാഫിറായിട്ടാണോ മരിക്കുന്നത്? പടച്ചവൻ കാത്തുരക്ഷിക്കട്ടെ. എങ്ങനെയാണ് മരിക്കുന്നത്, എപ്പോഴാണ് മരിക്കുന്നത്, നമ്മുടെ മക്കളുടെ അവസ്ഥ എന്തായിരിക്കും, നമ്മുടെ ബിസിനസിന്റെ അവസ്ഥ എന്തായിരിക്കും, ഇതൊക്കെ പടച്ചവൻ തീരുമാനിക്കപ്പെടുന്ന നിർണായകമായ സന്ദർഭമാണ്. ആ നിർണായകമായ സന്ദർഭത്തിൽ നിന്റെ സ്വർഗത്തിന്റെ അവകാശികൾ ഞങ്ങളെയും കൂടി ഉൾപ്പെടുത്തണേ എന്ന് പറഞ്ഞുകൊണ്ടൊന്ന് പൊട്ടിക്കരയാൻ കഴിയാതെ നീ നിന്റെ സുഖസുഷുപ്തിയിൽ നീ നിന്റെ കയ്യും തലക്കടിയിൽ വെച്ചുകൊണ്ട് കിടന്നുറങ്ങുകയാണ് എങ്കിൽ അല്ലാഹുവിന്റെ സ്വർഗത്തെ സംബന്ധിച്ചുള്ള വിശ്വാസം വേണ്ടത്ര നിന്നിൽ പേര് പിടിച്ചിട്ടില്ല എന്ന് നീ മനസ്സിലാക്കണം കേട്ടോ സഹോദരാ. നിസാര കാര്യമല്ല ഈ പറയുന്നത്. അതുകൊണ്ടൊന്ന് ആലോചിച്ച് നോക്ക്. മറയേണ്ടതില്ലേ? മറയേണ്ടതുണ്ടെങ്കിൽ, പരിവർത്തനം സൃഷ്ടിക്കേണ്ടതുണ്ടെങ്കിൽ നാം അതിന് തയ്യാറാക്കുക. ഈ വിശുദ്ധമായ രാവിന്റെ ഒരു അനുഗ്രഹം പോലും നമുക്ക് നഷ്ടപ്പെട്ടുകൂടാ. ഇനി വരുന്ന രാവുകൾ ഷോപ്പിങ്ങിന് വേണ്ടി മാറ്റിവെക്കരുത്. കാരണം പെരുന്നാളിനോട് അടുത്തു. ഇനി എപ്പോഴാ പെരുന്നാളെന്ന് നമ്മുടെ ചർച്ച. കാരണം പെരുന്നാളിനോടനുബന്ധിച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളുമായിട്ട് വിശുദ്ധ റമദാന്റെ നല്ല നിമിഷങ്ങൾ, അനുഗ്രഹീതമായ നിമിഷങ്ങൾ പാഴാക്കുന്ന ഹതഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടരുത് കേട്ടോ. ഒന്ന് അല്ലാഹുവിനോർത്ത് കരയണം. ഹബീബായ റസൂലുള്ളാഹ് അർശിന്റെ തണല് വാഗ്ദാനം ചെയ്തിട്ടുള്ള അർശിന്റെ തണല് ലഭിക്കുന്ന 7 കൂട്ടം ആളുകളെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതിൽ ഒന്ന് ആരാണെന്ന് മനസ്സിലാക്കണം. റജുലുൻ ദക്കറല്ലാഹു ഖാലിയൻ, അല്ലാഹുവിനോർത്തുകൊണ്ട് ഏകനായിരുന്നു പൊട്ടിക്കരയുന്നവൻ. പൊട്ടിക്കരയുന്ന ആണാകട്ടെ പെണ്ണാകട്ടെ അവരുടെ കണ്ണ് നരകത്തിന് നിഷിദ്ധമാണ്. അവർ നാളെ അർശിന്റെ തണൽ ലഭിക്കുന്നവരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേ പാതിരാത്രിയിൽ എഴുന്നേറ്റ് ഏകനായിരുന്നു കൊണ്ട് അല്ലാഹുവിനോർത്ത്, നമ്മുടെ സ്വർഗ്ഗമോർത്ത്, നമ്മുടെ പരലോകമോർത്ത് പൊട്ടിക്കരയണം. മക്കളെ ഓർത്ത് പൊട്ടിക്കരഞ്ഞ, മക്കളുടെ രോഗമോർത്ത് പൊട്ടിക്കരഞ്ഞ, ബിസിനസിന്റെ തകർച്ച ഓർത്ത് പൊട്ടിക്കരഞ്ഞ, സാമ്പത്തിക ബുദ്ധിമുട്ടിന്റെ ഒരു പൊട്ടിക്കരഞ്ഞ സഹോദരാ, നിന്റെ പരലോകത്തോർത്ത് ഒന്നെങ്കിൽ നീ ഒന്ന് പൊട്ടിക്കരയാൻ തയ്യാറാകണം. വിതുമ്പിക്കോ, ഒന്ന് പൊട്ടിക്കരഞ്ഞോ, പടച്ചവൻ സ്വീകരിക്കും കേട്ടോ. ഇതാ സഅലകൈബാദി അന്നീ ഫഇന്നീ ഖരീബ്, എന്റെ അടിമകൾ എന്നെ ചോദിച്ചാൽ പറഞ്ഞു കേട്ടോ, സമീപത്ത് തന്നെ ഞാനുണ്ട് എന്ന് പറയണം. അവരോട് പറഞ്ഞു കൊടുക്കുന്ന നബി
അതുകൊണ്ട് ചോദിച്ചോ, ഒരു കുറവും വരുത്തണ്ട. വിശുദ്ധ ഖുർആൻ ഒരു ചാട്ടുളി പ്രയോഗം നടത്തുന്നുണ്ട് ഈ സന്ദർഭത്തിൽ. അലം യഅനി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. ഇത്രയൊക്കെ പരലോകത്തെ സംബന്ധിച്ച് കേട്ടിട്ട്, ഇത്രയൊക്കെ പടച്ചതമ്പുരാനോട് അടുക്കേണ്ടതിന്റെ ആവശ്യകതയെ സംബന്ധിച്ച് കേട്ടിട്ട് ഇനിയും മാറ്റമില്ലേ? അലം യഅനി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ് വമാ നസല മിനൽ ഹഖ്. സത്യവിശ്വാസികൾ അവരുടെ ഹൃദയങ്ങൾ അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള സ്മരണയിലേക്കും അവതരിച്ചു കിട്ടിയ സത്യത്തിലേക്ക് അഥവാ ഖുർആനിലേക്കും കീഴൊതുങ്ങുന്നതിന്, അതിന് വിധേയപ്പെടുത്തുന്നതിന് ഇനിയും സമയമായില്ലേ? ഇനിയും നിങ്ങൾ അതിന് മെനക്കെടുന്നില്ലേ? ഇതിനും തയ്യാറല്ലേ? ഇനിയും നിങ്ങൾ തയ്യാറല്ലേ? മറ്റൊരു നിമിഷം നിങ്ങൾ ഇനി പ്രതീക്ഷിക്കണ്ട, മറ്റൊരു സന്ദർഭം ഇനി നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. അലം യഅനി ലില്ലദീന ആമനൂ, സത്യവിശ്വാസികൾക്ക് ഇനിയും നേരമായില്ലയോ, ഇനിയും സമയമായില്ലയോ? അവരുടെ ഹൃദയങ്ങൾ പ്രകമ്പനം കൊള്ളാൻ, ഭയഭക്തിയുള്ളതാകാൻ ഇനിയും സമയമായില്ലേ? ലിദിക്രില്ലാഹ്, അല്ലാഹുവിന്റെ സ്മരണ. വമാ നസല മിനൽ ഹഖി, അല്ലാഹുവിന്റെ അവതീർണമായ സത്യത്തിന് അഥവാ ഖുർആനിന് വിധേയപ്പെടാൻ ഇനിയും സമയമായില്ലയോ? എന്നോട് നിങ്ങളോട് ചോദിച്ചോ, സ്വന്തത്തോട് ചോദിച്ചോ. തിരുത്തണമെങ്കിൽ തിരുത്തിക്കോ. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ്, അല്ലയോ വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ തഖ്വചി. നാളേക്ക് വേണ്ടി എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത് എന്നതിനെ സംബന്ധിച്ച് ശരിയായി ഉറ്റാലോചിച്ചോളി. ആ ചിന്തയിൽ നിങ്ങൾക്ക് നഷ്ടപ്പെടണ്ട. നാളേക്ക് വേണ്ടി എന്താണ് ഒരുക്കി വെച്ചത് എന്ന് ചിന്തിക്കാൻ ഖുർആൻ ആവശ്യപ്പെടുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാനിന്റെ എല്ലാ നന്മകളും ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞ, സ്വാംശീകരിക്കാൻ കഴിഞ്ഞ വിശ്വാസികളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെ ഉൾപ്പെടുത്തുവാനാകട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. الصلاة والسلام على رسول الله. أيها الناس اتقوا الله. ഒരിക്കൽ കൂടി മുസ്ലിമായിട്ട് മാത്രം മരിക്കാനുള്ള സാഹചര്യം ഒരുക്കണമെന്നും അവസാന ശ്വാസം വരെയും അല്ലാഹുവിന്റെ ദീനിൽ ജീവിക്കാൻ ശ്രദ്ധിക്കണമെന്നും എന്നെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്, തഖ്വയോട് വസീയത്ത് ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് ഈ ഞായറാഴ്ച സമൂഹ നോമ്പ് തുറ നമ്മുടെ പള്ളിയുടെ ഉത്തരവാദിത്വത്തിൽ ഉണ്ടായിരിക്കുന്നതാണ്. ആ സാഹചര്യത്തിൽ ദീനിയായൊരു പ്രഭാഷണവും ഉണ്ടായിരിക്കും. നമ്മുടെ ടൗൺ പള്ളിയിൽ ഇമാമായിരിക്കും പ്രഭാഷണത്തിന് നേതൃത്വം കൊടുക്കുന്നത്. എല്ലാവരും അതിൽ പങ്കെടുക്കണം. സ്ത്രീകൾക്ക് പ്രത്യേക സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആരും ഒഴിവാകുന്നത്. നോമ്പിൽ ദീനിയായ ക്ലാസ്സുകളിലും ഇൽമി വേദികളിലുമൊക്കെ പങ്കെടുക്കുക എന്നുള്ളത് വളരെയധികം പ്രതിഫലം വാഗ്ദാനം ചെയ്യപ്പെടുന്നു. നോമ്പിനെ നമുക്ക് കൃത്യമായി ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്ന അമലുകളിൽ ഒന്നാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഓരോരുത്തരും അതിലൊക്കെ പങ്കാളികളാകാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ തന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, അവസാനത്തെ വെള്ളിയാഴ്ച അല്ലാഹുവിനോട് മനമുരുകി പ്രാർത്ഥിക്കുക. വിശിഷ്യ നന്മയിൽ പങ്കാളികളായ ആളുകൾക്ക് നമ്മുടെ മദ്രസയുമായി ബന്ധപ്പെട്ട് അല്ലാഹുവിന്റെ ഭവനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി കൈയഴിഞ്ഞ് സഹായിച്ച ധാരാളം സഹോദരങ്ങളുണ്ട്. കൊടുത്തു തികഞ്ഞില്ല എന്ന് കരുതിയപ്പോൾ വീണ്ടും കൊടുത്ത സഹോദരങ്ങളുണ്ട്. ജീവിതത്തിൽ വല്ലാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു പ്രത്യേക സന്ദർഭത്തിൽ പോലും, അഥവാ പ്രാരാബ്ദങ്ങളുള്ളപ്പോൾ പോലും അതിനേക്കാൾ അപ്പുറം അല്ലാഹുവിന്റെ ഭവനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പരിഗണന കൊടുത്തുകൊണ്ട് തങ്ങളെ കൊണ്ട് കഴിയുന്നതിനപ്പുറം കൊടുത്ത സഹോദരങ്ങളുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇത്രത്തോളം ഇതെത്തിക്കാൻ കഴിയുന്നത്. തങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ പോലും ഊരിക്കൊടുത്ത ആളുകളുണ്ട്, പെണ്ണുങ്ങളുണ്ട്, ആണുങ്ങളുമുണ്ട്. ഇവരെയൊക്കെ പഠിച്ചവരല്ല. അവർക്ക് ആത്മാർത്ഥമായിട്ട് നാം പ്രാർത്ഥിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഓരോരുത്തരുടെയും ദാനധർമ്മത്തെ സ്വീകരിക്കുമാറാകട്ടെ. പഠിച്ചവനെ, നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരിത്തിരി സ്ഥലം ഇവർക്ക് വേണ്ടി നീ മാറ്റിവെക്കണേ നാഥാ. അവരുടെ സ്വർഗപ്രവേശനത്തിന് ഈ ദാനധർമ്മം നീ നിമിത്തമാക്കണേ പഠിച്ചവനെ. അല്ലാഹുവേ, നിന്റെ ഭവനത്തിന് വേണ്ടി, നിന്റെ ദീനിയായ സ്ഥാപനത്തിന് വേണ്ടി, അല്ലാഹുവേ, നിന്റെ ദീനിന്റെ അറിവുകൾ
വരും തലമുറകളിലേക്ക് പകർന്നു കൊടുക്കുന്നതിനുള്ള വേദി എന്ന അർത്ഥത്തിൽ കണ്ടുകൊണ്ട് ഇതിനോട് അകമഴിഞ്ഞ് സഹകരിച്ചവരുണ്ട്. പടച്ചവനെ, അവരെ ഞങ്ങളെക്കാൾ കൂടുതൽ അറിയുന്നവൻ നീയാണ്. അവരെ ഓരോരുത്തരെയും കബൂൽ ചെയ്യണേ പടച്ചവനെ. അവരുടെ ദാനധർമ്മങ്ങൾ സ്വീകരിക്കണേ പടച്ചവനെ. അല്ലാഹുവേ, പരലോകത്തേക്കുള്ള മുതൽക്കൂട്ടാക്കി മാറ്റണേ. അവരുടെ കബറുകൾ വിശാലമാക്കണേ പടച്ചവനെ. അർശിന്റെ തണല് ലഭിക്കുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അവരെയും ഞങ്ങളെയും ഉൾപ്പെടുത്തി നീ അനുഗ്രഹിക്കണേ നാഥാ. പടച്ചവനെ, ഞങ്ങളുടെ കബറുകൾ വിശാലമാക്കണേ. സ്വർഗത്തിന്റെ കവാടങ്ങൾ ഞങ്ങളുടെ കബറുകളിലേക്ക് തുറന്നു തരണേ പടച്ചവനെ. അവസാന ശ്വാസം വരെയും അവർക്കും ഞങ്ങൾക്കും പടച്ചവനെ നിന്റെ ദീനനുസരിച്ച് ജീവിക്കാൻ, നിന്റെ ദീനിനു വേണ്ടി ജീവിക്കാനുള്ള സൗഭാഗ്യം തരണേ നാഥാ. പടച്ചവനെ, അവരുടെയും ഞങ്ങളുടെയും എല്ലാ ബുദ്ധിമുട്ടുകളെയും ദൂരീകരിച്ച് തരണേ നാഥാ. ഞങ്ങളിൽ പലരും അവരിലും പലരും സാമ്പത്തികമായി, മാനസികമായി, ശാരീരികമായി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ്. പടച്ചവനെ, എല്ലാം ദൂരീകരിക്കണേ നാഥാ. എല്ലാം നീക്കിക്കൊടുക്കണേ പടച്ചവനെ. ഞങ്ങൾ ആരുടെയൊക്കെ ശരീരത്തിൽ മാരകമായ അസുഖങ്ങളുടെ രോഗാണുക്കൾ കൂടുകൂട്ടിയിട്ടുണ്ട് എന്ന് ഞങ്ങൾക്കറിയില്ല പടച്ചവനെ, നിനക്കാണ് അറിയുന്നത്. ഒരു സുപ്രഭാതത്തിലാണ് മാറാരോഗികളാണ് എന്ന് ഞങ്ങൾ അറിഞ്ഞു പോകുന്നത് പടച്ചവനെ. അതിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ പടച്ചവനെ. കീറിമുറിക്കുന്ന അസുഖങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കണേ പടച്ചവനെ. എന്ന് മലായികത്ത് പറഞ്ഞുകൊണ്ട് റൂഹ് പിടിക്കുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നാഥാ നീ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ, ഞങ്ങളുടെ നന്മ കാക്ഷിക്കുന്നവർ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ പടച്ചവനെ. നിന്റെ ഹബീബായ പ്രവാചകൻ എന്തെല്ലാം നന്മയായ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടോ അതെല്ലാം ഞങ്ങൾ നിന്നോട് ചോദിക്കുകയാണ് നാഥാ. എന്തെല്ലാം തെറ്റായ തിന്മയായ കാര്യങ്ങളിൽ നിന്നും കാവൽ തേടിയിട്ടുണ്ടോ അതിൽ നിന്നെല്ലാം ഞങ്ങളും കാവലിനെ തേടുകയാണ് പടച്ചവനെ. അല്ലാഹുവേ, നിന്റെ വിശുദ്ധമായ റമദാനിന്റെ അവസാനത്തെ വെള്ളിയാഴ്ച ഈ അനുഗ്രഹീതമായ സന്ദർഭത്തിൽ നിന്നോട് ഞങ്ങൾ യാചിക്കുകയാണ് നാഥാ. അവസാന ശ്വാസം വരെയും പടച്ചവനെ തൗഹീദിന്റെ മാർഗത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് നിന്റെ ദീനിനു വേണ്ടി സർവ്വതും സമർപ്പിക്കാനുള്ള സന്നദ്ധതയോടുകൂടി മുത്തഖിയായി ജീവിച്ചു മരിക്കാനുള്ള തൗഫീഖിനെ പ്രദാനം ചെയ്യണേ നാഥാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. اللهم اجعلنا بالإيمان كاملين ولفرائضك موفرين وللصلاة حافظين وللزكاة فاعلين ولما عندك طالبين ولعفوك راجين وبالهدى متمسكين وفي الدنيا زاهدين وفي الآخرة راغبين وفي الجنة راجين وعلى النعماء شاكرين وعلى القضاء صابرين وعلى اللغو معرضين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا. ربنا